ഹലോ ഗൈസ്, ആഫ്റ്റർ ലോങ് ടൈം ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മളിന്നൊരു മൂവിക്ക് പോയ ഒരു വീഡിയോ കേട്ടോ. വേറെ ഒന്നല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് എനിക്ക് ക്രഷ് അടിച്ചിട്ടിരിക്കുന്ന ഒരു നടൻ, എപ്പോഴും ക്രഷ് അടിക്കുന്ന ഒരു നടനാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഫിലിംസും ഫോട്ടോസൊക്കെ കാണുമ്പോൾ വേറെ ആരുമല്ല, സൂര്യ സാറ് മൂവിക്കാട്ടോ പോയിരിക്കുന്നത്. അയ്യോ, ഈ സാധനത്തിനെ കൊണ്ടുപോയത് വേസ്റ്റാണ്. ഇത് കിടന്ന് ഉറങ്ങി ആ ചിലക്ക് കേട്ടോ. ഇതിന് ഈ കാണുന്ന ഭംഗി മാത്രമേ ഉള്ളൂ. മൂവി തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ ഇതിന് എനിക്ക് ദേഷ്യം വരും. ആരുമല്ല കേട്ടോ, ശ്രീകുട്ടനാണ്. കാരണം ഉണ്ടല്ലോ, വെറുതെ കലബില പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കങ്ങനെ ദേഷ്യം വന്നു ഒരേ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ ഇതിനെ അടുത്തിരുത്താറില്ല ശ്രീകുട്ടനെ. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ടെററാണ് ശ്രീകുട്ടൻ. പക്ഷെ ഉണ്ണിക്കുട്ടൻ അങ്ങനെയല്ല കേട്ടോ, നേരെ മറിച്ച് ഭയങ്കര ക്വയറ്റാണ്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ എനിക്ക് സിനിമയ്ക്ക് പോകാൻ ആകെ കൂട്ടുള്ളത് ഇവർ രണ്ടുപേരും മാത്രമാണ്. അതുകൊണ്ട് പിന്നെ ഇവരെ പിണക്കാനും പറ്റത്തില്ല. അങ്ങനെ നമ്മളിതാ തിയേറ്ററിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറിയിട്ട് എന്നിട്ട് തിരയാണ് സീറ്റൊക്കെ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ പറയേണ്ട, അമ്മ അവിടെയാണ്, അമ്മ ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ് ആകെ കൺഫ്യൂസ്ഡ് ആക്കി. പിന്നെ അവർ ഇരിക്കാൻ വേണ്ടി കുറച്ചൊക്കെ വഴക്കൂടും കേട്ടോ. സിനിമ തിയേറ്ററിലെത്തി ഞാൻ അപ്പുറത്തായിരിക്കുള്ളൂ, ഞാൻ ഇപ്പുറത്തായിരിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഫുള്ളായിട്ട് വഴക്കൂടും. ആ വഴക്കിൻ്റെ ഒരു ഇടയിലാണ് ഇപ്പം ഞാൻ പെട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നോക്കുമ്പോൾ അധികം ആളുകളൊന്നും വന്നിട്ടില്ല, നമ്മുടെ അടുത്തൊന്നും ആളുകളെയൊന്നും കാണാനില്ല. പിന്നെ ഞങ്ങൾ തന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. കാരണം നമ്മുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാറുണ്ട്. പിന്നെ വേറെ ആരും എടുക്കാൻ പറ്റും ഗൈസ്. അങ്ങനെ കണ്ടു അവിടെ ഇരുന്ന് ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തിയേറ്ററിൻ്റെ അകത്ത് കയറി എൻ്റെ ശ്രീകുട്ട അന്യനാണ്. പുറത്തൊരു സ്വഭാവം, തിയേറ്ററിൻ്റെ അകത്ത് കയറി വേറൊരു സ്വഭാവമാണ് കേട്ടോ. പിന്നെ രണ്ടും കൂടെ തമ്മിൽ തല്ലാനും വഴക്കൂടാനും ഒക്കെ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു 15-20 മിനിറ്റ് നേരത്തെ അതിൻ്റെ അകത്ത് കയറി ഇരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പടം സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ആദ്യം അഡ്വർടൈസ്മെൻ്റൊക്കെ അല്ലേ ഇടുക, പിന്നെ അത് കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മളെ പടം ഇട്ടത്. അപ്പോൾ നമ്മുടെ അടിപൊളി ഒരു പടം, വിശ്വനാഥൻ സൺസിൻ്റെ അടിപൊളി പടം കേട്ടോ. തുടങ്ങിയതും അറിഞ്ഞില്ല, അത് ഇൻ്റർവ്യൂലായത് തീരെ അറിഞ്ഞില്ല, പിന്നെ എൻഡ് ആയതും അറിഞ്ഞില്ല കേട്ടോ. അയ്യോ, അടിപൊളി പടം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് വാച്ച് ചെയ്യണം. ഓക്കെ ഗൈസ്, ബൈ.